ഗുരുവായൂരിലെ ആനയെ രണ്ട് പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്ന് മായുന്നതല്ല. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അതുതന്നെയാണ് കോടതിയുടെയും വികാരമായി വന്നത്. ഇന്ന് ഹൈക്കോടതിയുടെ 2 ഡിവിഷൻ ബെഞ്ചുകളാണ് ഈ വിഷയം പരിഗണിച്ചത്. ആദ്യം ദേവസ്വം ബെഞ്ച് പരിഗണിച്ചു. ഗുരുവായൂർ ദേവസ്വത്തോട് ഇക്കാര്യത്തിൽ പാപ്പാന്മാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നത് രേഖാമൂലം അറിയിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ 2 പാപ്പാന്മാർക്കെതിരെയും വനം വകുപ്പ് മാത്രമല്ല പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഗുരുവായൂർ വിഷയത്തിൽ ഇടപെട്ടു. കേന്ദ്ര സർക്കാരിനോട് ആനിമൽ വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഗുരുവായൂർ ആനക്കോട്ടയിലെത്തി അവിടുത്തെ ആനകളുടെ സൗകര്യം സംബന്ധിച്ച് വിശദമായൊരു പരിശോധന നടത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എഴുന്നള്ളത്ത് വിഷയത്തിലും കോടതി ശക്തമായി ഇടപെട്ടിരിക്കുന്നു. വിദഗ്ധ സമിതി എഴുന്നള്ളത്തുകൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാന വനം വകുപ്പിനോടും സർക്കാരിനോടുമൊക്കെ നിലപാട് തേടിയിരിക്കുകയാണ് കോടതി. അതോടൊപ്പം തന്നെ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ആനകളെ അനിയന്ത്രിതമായി കൊണ്ടുപോകുന്നതിൽ കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ആനയ്ക്ക് ഒട്ടില്ല, ശബ്ദമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്നതാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ അഭിപ്രായമായി വന്നത്. സംസ്ഥാനത്തിപ്പോൾ 409 നാട്ടാനകളാണുള്ളത്. ആ 409 നാട്ടാനകളുടെയും കാര്യത്തിൽ ഒരു ഓഡിറ്റ് നടത്താനുള്ള നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആനകളുടെ ആരോഗ്യം, അവയുടെ ചിപ്പ് വിവരങ്ങൾ, ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ആ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ആനകളെ വീണ്ടും എഴുന്നള്ളത്തിന് ഇറക്കാൻ പ്രാപ്തരാണോ, അവരെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായും പരിശോധിച്ച ഒരു റിപ്പോർട്ടിലേക്ക് വരിക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ വിഷയം, ആ അരിക്കൊമ്പൻ വിഷയത്തിലും കോടതി ഇടപെട്ടു. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ്, അവൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് കോടതി വനം വകുപ്പിനോട് ആരാഞ്ഞു. പ്രായമായ ആനകളെ എന്തു ചെയ്യും, തമിഴ്നാട് മോഡലിൽ അവർക്ക് ഒരു പ്രത്യേക സൗകര്യമൊരുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. ഇതിലൊരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കണമെന്ന നിർദ്ദേശമാണ് വിദഗ്ധ സമിതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് കൃത്യമായ ഒരു ഉത്തരവ് സമീപ ദിവസങ്ങളിൽ നിന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.